Good afternoon all. Good afternoon, ma'am. Miss. Good afternoon, madam. Good afternoon, ma'am. Revision ഒക്കെ തുടങ്ങിയോ? Yes, ma'am. തുടങ്ങി. ടൈംടേബിൾ വന്നില്ലേ? എക്സാം ടൈംടേബിൾ വന്നില്ലേ? Yes, 5ാം തീയതി മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും അല്ലേ? മൊഡ്യൂൾ എക്സാം അല്ലേ? മൊഡ്യൂൾ എക്സാം മോഡൽ അല്ലേ മൊഡ്യൂൾ മൊഡ്യൂൾ എക്സാം 3ന്റെയും 4ന്റെയും അത് 5ാം തീയതി. 5ാം തീയതി. അതെ അതെ. ഓക്കെ. മിസ് എടുത്ത പോർഷനില് ഏതൊക്കെയാണ് നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണമെന്നോ ഏതെങ്കിലും ഒരു ഭാഗം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മിസ് എടുത്ത പോർഷനില് മിസ് എടുത്തത് അറിയാലോ ഏതൊക്കെയാണെന്ന്. എക്യുപ്മെന്റ് ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് മാബ് ഉണ്ട്, ഡിസ്ചാർജ് ഉണ്ട്, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് മാബ്. ഓക്കെ. വേറെ ഏതെങ്കിലും ഒരു സെക്ഷൻ ഉണ്ടോ? പറയ്. മിസ്സിന്റെ ക്ലാസ് ഇന്നും നാളെ ഒരു ചെറിയ കുറച്ച് ടൈമോടുകൂടി തീരുമായിരിക്കും. മിസ് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എന്താണോ മിസ് ഒന്നുകൂടെ പറയോ? ഡിസാസ്റ്ററോ? ഓക്കെ. ഡിസാസ്റ്ററിലോ മിസ് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ പറയാം കേട്ടോ. മിസ് പറഞ്ഞതേ മിസ് എടുത്ത പോർഷനില് ഏതെങ്കിലും നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെന്നോ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ വേണമെന്നുള്ള ഭാഗങ്ങൾ ഉണ്ടാവൂലേ പോർഷൻസ് മനസ്സിലാകാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് ചെറുതായിട്ടൊന്നും. ഓക്കെ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അല്ലേ? അപ്പൊ മൂന്നെണ്ണോട് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് മാബ്, പിന്നെ ഡിസാസ്റ്റർ. ഓക്കെ. അപ്പൊ മിസ് നാളെ എടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് ഇനി ബാക്കി എടുക്കാം അല്ലേ? മോണിറ്ററിംഗ് ആൻഡ് റിക്കവറിംഗ്, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നോക്കിയോ എല്ലാവരും മിസ് എടുത്ത ഭാഗങ്ങള്? മാം ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇതിൽ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു തരുമോ? ഈ ചാപ്റ്റർ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? മിസ് എടുത്ത ഭാഗങ്ങൾ ഓക്കെ ആണോ? കുഴപ്പമില്ല. അപ്പൊ ക്വസ്റ്റ്യൻ വന്നാലേ ഇടാലോ. ചാപ്റ്റർ ഏതാ? ടോമ എവിടെയായിരുന്നു? മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. മൊഡ്യൂൾ ഏതാ ടീച്ചറെ? ലാസ്റ്റ് മൊഡ്യൂളിലെ എടുക്കുന്നേ ലാസ്റ്റ് ചാപ്റ്റർ. മിസ് എടുക്കുന്ന ലാസ്റ്റ് ചാപ്റ്റർ കേട്ടോ. നമുക്ക് നോക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുകൂടി മനസ്സിലാകാനുണ്ട്. ഓക്കെ. നാളേക്ക് ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഇപ്പൊ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഇല്ലേ? ഡിസാസ്റ്റർ പറഞ്ഞു, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് മാബ് പറഞ്ഞു, മോണിറ്ററിംഗ് പറഞ്ഞു, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പറഞ്ഞു. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക നിങ്ങൾ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏരിയാസ് ഉണ്ടാവുമല്ലോ, എല്ലാം പറയണോ മിസ്? റിപ്പീറ്റ് വേണോ? വേണ്ടല്ലോ. അപ്പൊ ആ ഒരു ഭാഗം റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ഭാഗമാണോ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗം മാത്രം മിസ് എടുക്കാം കേട്ടോ. ഒരു ചാപ്റ്റർ മൊത്തം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ടൈം എടുക്കും അല്ലെ? അപ്പൊ മിസ് ഏകദേശം അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തരാം കേട്ടോ.
എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ways to improve patient satisfaction അല്ലെ. patient satisfaction വർദ്ധിപ്പിക്കുന്നതിനുള്ള, ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള വഴികൾ എന്തെല്ലാമാണ്? ഫസ്റ്റ് നോക്കിയേ, how can patient satisfaction be improved? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം? ഒരു ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം? നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് വർദ്ധിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് തൃപ്തി കിട്ടുന്നത്? ഗുഡ് സർവീസ്, നല്ല ട്രീറ്റ്മെന്റ്, മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷം അല്ലെ, ഗുഡ് കെയർ, സ്റ്റാഫുകളിൽ നിന്നുള്ള ബിഹേവിയർ അല്ലെ. അപ്പൊ നോക്കിയേ, highly effective strategies for atmosphere. Okay, for enhancing patient satisfaction scores spins around creating an environment in which patients have a positive overall experience with all members of their medical team. അല്ലെ, രോഗികളുടെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്? രോഗികൾക്ക് അവിടുത്തെ മൊത്തത്തിലുള്ള മെഡിക്കൽ ടീമിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതാക്കുക? പോസിറ്റീവ് ആക്കുക അല്ലെ. ഒരു നല്ല അനുഭവം അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി. മൊത്തത്തിലുള്ള അനുഭവം, ഓവറോൾ എക്സ്പീരിയൻസ് പോസിറ്റീവ് ആക്കാന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ പെടുന്നുണ്ട്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ടോ? ഗുഡ് കെയർ, ഗുഡ് ട്രീറ്റ്മെന്റ്, നല്ല സർവീസ് അല്ലെ, സ്റ്റാഫുകളുടെ ബിഹേവിയർ, നല്ല ഫെസിലിറ്റീസ് എല്ലാം പെടുന്നില്ലേ? അപ്പൊ എന്താണ്? ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള മെഡിക്കൽ ടീമിൽ നിന്നുള്ള മൊത്തത്തിലുള്ള അനുഭവം പോസിറ്റീവ് ആക്കുക അല്ലെ, നല്ലതാക്കുക, ബെറ്റർ ആക്കുക എന്നുള്ളതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിപ്പിക്കുന്നതിനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെയാണോ? നെക്സ്റ്റ്, 8 creative ways to increase patient satisfaction. Patient satisfaction increase ചെയ്യുന്നതിനുള്ള അല്ലെ, വർദ്ധിപ്പിക്കുന്നതിനുള്ള 8 creative ways, വഴികൾ ഏതെല്ലാമാണ്? എന്തൊക്കെയായിരിക്കും? Ensure timely monitoring and improving patient satisfaction. Ensure timely follow-ups അല്ലെ, എന്ത് ചെയ്യുക? സമയബന്ധിതമായ ഫോളോ അപ്പ് ഉറപ്പാക്കുക അല്ലെ. നമുക്ക് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ എന്ത് പറയും? ഫോളോ അപ്പുകൾ പറയാറുണ്ടല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം അല്ലെ, 2 ആഴ്ച കഴിഞ്ഞിട്ട് വരണം എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫോളോ അപ്പുകൾ ഉറപ്പാക്കുക. നെക്സ്റ്റ്, ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. നമ്മൾ പറഞ്ഞു, ഈ പേഷ്യന്റും കെയർ പ്രൊവൈഡേഴ്സും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം? ഇഫക്റ്റീവ് ആയിരിക്കണം അല്ലെ, സുതാര്യമായിരിക്കണം അല്ലെ, ക്ലിയർ ആയിരിക്കണം അല്ലെ. ആണോ? പറയേ, തന്നെ പറഞ്ഞാൽ രസമില്ല, ബോറടിക്കും. പറ, എങ്ങനെയായിരിക്കണം? ഒരു പേഷ്യന്റും അവര് കെയർ പ്രൊവൈഡേഴ്സ്, ഡോക്ടേഴ്സ് ആവാം, നഴ്സുമാരാവാം, അവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം എങ്ങനെയായിരിക്കണം? നല്ലതായിരിക്കണം അല്ലെ, ഗുഡ് ആയിരിക്കണം അല്ലെ, എഫക്റ്റീവ് ആയിരിക്കണം അല്ലെ. ആ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റ് പ്ലാനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവരെടുത്ത് പറയണ്ടേ? പിന്നെന്താണ്? ഡോക്ടേഴ്സ് പറയുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അഡ്വൈസുകൾ പേഷ്യൻസിന് മനസ്സിലാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണ്ടേ? അവരെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടായിരിക്കാം അല്ലെ, അവരെ മെഡിക്കേഷനുമായി ബന്ധപ്പെട്ടായിരിക്കാം അല്ലെ. അവര് കൊടുക്കുന്ന അഡ്വൈസുകൾ പേഷ്യൻസിന് വ്യക്തമായിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കണം അല്ലെ. അവര് തമ്മിൽ എങ്ങനെയുള്ള റിലേഷൻ ആയിരിക്കണം? നല്ല റിലേഷൻ ആയിരിക്കണം അല്ലെ. എന്താണ്? നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് പേഷ്യൻസ് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും അല്ലെ, കൺസേണുകൾ പെർഫെക്റ്റ് ആയിരിക്കണം അല്ലെ, ആശങ്കകൾ ഉണ്ടാവും അല്ലെ.
പതൊക്കെ മാറ്റി കൊടുക്കുന്ന രീതിയിലായിരിക്കണ്ടേ, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരിക്കണം അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ ട്രാൻസ്പെറൻസി വിത്ത് പേഷ്യൻസ്. എന്താണ്? പേഷ്യൻസിന്റെ ഇടയിൽ ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത ഉണ്ടാവണം അല്ലെ? എന്തുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് സുതാര്യത വേണ്ടത്, ട്രാൻസ്പെറൻസി വേണ്ടത്? ട്രീറ്റ്മെന്റ് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് അല്ലെ? അവരുടെ പരിചരണവുമായി ബന്ധപ്പെട്ട്, അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ, ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സുതാര്യത ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് എന്താണ്? ഹെൽത്തുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ് പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റ് ടൈംസ്. എങ്ങനെയായിരിക്കണം വെയിറ്റ് ചെയ്യുന്ന ടൈംസ്? ലാബിന്റെ മുമ്പിലായിക്കോട്ടെ, ഡോക്ടേഴ്സിന്റെ കൺസൾട്ടേഷൻ റൂമിന്റെ മുമ്പിലായിക്കോട്ടെ, പിന്നെന്താണ് ഫാർമസിയുടെ മുമ്പിൽ ഷോർട്ട് ആയിരിക്കണം അല്ലെ? അപ്പൊ എന്താ ഷോർട്ട് വെയിറ്റ് ടൈംസിന് അല്ലെ, കാത്തിരിപ്പ് സമയത്തിന് മുൻതൂക്കം കൊടുക്കുക അല്ലെ, പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന വഴികളല്ലേ? ആണോ? ഇതെല്ലാം പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമാണ് അല്ലെ? ഇതിലേതെങ്കിലും ഒരു ഇപ്പൊ ഷോർട്ട് വെയിറ്റ് ടൈംസ് എന്നുള്ളത് കൂടുതലാവുക, എന്നാലും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എഫക്ട് ചെയ്യില്ലേ? വെയിറ്റ് ടൈംസ് കൂടുക അല്ലെ? അപ്പൊ എന്താണ്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് സ്ട്രൈവ് ടു ഇംപ്ലിമെന്റ് പ്രൊസീജിയേഴ്സ് ടു എഡ്യൂക്കേറ്റ് പേഷ്യൻസ് അബൌട്ട് ട്രീറ്റ്മെന്റ് പ്ലാൻ. എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച് അവർക്ക് തന്നെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക അല്ലെ? പേഷ്യൻസിന് തന്നെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് പ്രാധാന്യം കൊടുക്കുക അല്ലെ, പരിശ്രമിക്കുക. എന്താണ്? നമ്മൾക്ക് പേഷ്യൻസിന് പല ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമല്ലോ വീട്ടിൽ ചെന്നാലും, ഫുഡുമായി ബന്ധപ്പെട്ട്, മരുന്നുകളുമായി ബന്ധപ്പെട്ട് അല്ലെ ഉണ്ടാവോ? അപ്പൊ എന്താണ്? അവർക്ക് എഡ്യൂക്കേഷൻ ചെയ്ത് കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുന്നതിന് ആര് പരിശ്രമിക്കണം? ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും പരിശ്രമിക്കണ്ടേ? അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ? ഇനി എപ്പോ വരണം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് യൂട്ടിലൈസ് ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ് ടു അനലൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ്. അല്ലെ? എന്താണ്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അളക്കുന്നതിന് അല്ലെ, വിശകലനം ചെയ്യുന്നതിന് അവരിൽ നിന്ന് എന്ത് വാങ്ങിക്കാം? ഫീഡ്ബാക്ക് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ? അപ്പൊ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ഉപയോഗിക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇംപ്ലിമെന്റ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഫോർ ഗ്രേറ്റർ ഫെസിലിറ്റി എൻവയോൺമെന്റ് അല്ലെ? അവിടുത്തെ ഫെസിലിറ്റി എഫിഷ്യൻസി, അവിടുത്തെ ഫെസിലിറ്റീസ് എഫിഷ്യൻസി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുക? ടെക്നോളജിക്കൽ സപ്പോർട്ടുകൾ അല്ലെ, സാങ്കേതിക വിദ്യകൾ, സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം അല്ലെ, അതെന്താണ്? ഒരു ടെക്നോളജി ആണോ? ന്യൂ ടെക്നോളജീസ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് അവർ തന്നെ എടുക്കാം അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ? റിമോട്ട് മോണിറ്ററിംഗ് പഠിച്ചു, പേഷ്യന്റ് കോൺഫറൻസിങ് പഠിച്ചു അല്ലെ? വീഡിയോ കോൺഫറൻസിങ് പഠിച്ചു, ഈ പ്രിസ്ക്രിപ്ഷൻ പഠിച്ചു അല്ലെ? അപ്പൊ എന്താണ്? ടെക്നോളജീസ് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരണം അല്ലെ? പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നതിനനുസരിച്ച് ഹോസ്പിറ്റലിൽ എന്ത് വേണം? മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ? ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടോ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം? അതൊക്കെ പുതിയ ടെക്നോളജി അല്ലേ? പണ്ടുണ്ടായിരുന്നോ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ? ഇല്ല അല്ലെ? ഈ ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകമാണോ അല്ലേ? അപ്പൊ എന്താണ്? ടെക്നോളജിക്കൽ സപ്പോർട്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യുക ഹോസ്പിറ്റലിലെ. നെക്സ്റ്റ് പറയുന്നത് ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. എന്താണ്? ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി എൻവയോൺമെന്റ് അല്ലെ, സൗകര്യ എൻവയോൺമെന്റും കൾച്ചറും ഇംപ്രൂവ് ചെയ്യിക്കുക. എന്താണ്? ഹോസ്പിറ്റൽ പേഷ്യൻസിന് മാത്രമാണോ മുൻതൂക്കം കൊടുക്കേണ്ടത് സാറ്റിസ്ഫാക്ഷൻ? സ്റ്റാഫുകളെയും കൂടി ഉൾപ്പെടുത്തണം അല്ലെ? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയും കൂടി ഉൾപ്പെടുത്തണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഒരു കൾച്ചറും അല്ലെ, എല്ലാവർക്കും സ്വാതന്ത്ര്യം, എല്ലാവർക്കും എന്താണ് ബൈസ്റ്റാൻഡർ കൊടുക്കുന്ന ഒരു കൾച്ചറും നല്ല രീതിയിലുള്ള ഒരു ഫെസിലിറ്റി എൻവയോൺമെന്റും ഇംപ്രൂവ് ചെയ്യുക. ക്ലിയർ ആണോ?
നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഡെവലപ്പ് റാപ്പോർട്ട്. റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധം അല്ലേ? ആ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുക, വർദ്ധിപ്പിക്കുക. ആര് തമ്മിലുള്ള ബന്ധമാണ് റാപ്പോർട്ട് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്? ഡോക്ടേഴ്സ്, പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലുള്ള ബന്ധം അല്ലേ? നഴ്സുമാര്. 8.8. 8th point, improve the facility environment and culture. ഫെസിലിറ്റി നമുക്കറിയാം, ഹോസ്പിറ്റലില് പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഫെസിലിറ്റീസ് ഇംപ്രൂവ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? മോഡേണൈസേഷൻ ആണോ ഫെസിലിറ്റീസ്? ഇന്ന് നമ്മൾ കാണുന്ന ഫെസിലിറ്റീസ് ആയിരിക്കോ ഒരു 2 വർഷം കഴിയുമ്പോ? ആണോ? അല്ല അല്ലേ? മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ? അതിനുള്ള ഫെസിലിറ്റി എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യണം. കൂടാതെ എന്താണ്? കൾച്ചർ. എന്താട്ടോ? എന്താണ് ഡൗട്ട്? പറഞ്ഞോളൂ. മിസ് അതാ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്താണ്? ഫെസിലിറ്റി എൻവയോൺമെന്റിലെ ചേഞ്ചസ് കൊണ്ടുവരണ്ടേ? ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരണ്ടേ? നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന ഫെസിലിറ്റീസ് ആയിരിക്കും ഒരു 2 വർഷം കഴിയുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അവരുടെ ഫെസിലിറ്റീസിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, എക്യുപ്മെന്റുകളിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ ഹോസ്പിറ്റലില്? നമ്മ പറയാറില്ലേ ചില ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ അവിടുത്തെ പഴയ രീതികളാണ് അല്ലേ, പണ്ടത്തെ ഫെസിലിറ്റീസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് എന്ന് പറയാറുണ്ടോ? ഇല്ലേ? ഇപ്പൊ നമുക്കറിയാം സർജറി തന്നെ ഇപ്പൊ എന്താണ്, പണ്ട് എങ്ങനെയാണ് സർജറി ചെയ്തിരുന്നത്? ഫുള്ള് എല്ലാ സർജറീസും ഓപ്പൺ സർജറി ആയിരുന്നോ? ഇപ്പൊ എങ്ങനെയാണോ? എല്ലാ സർജറീസും ഓപ്പൺ ആണോ? കീ ഹോൾ വന്നിട്ടുണ്ടല്ലേ? അതൊരു മാറ്റമല്ലേ? മാറ്റമാണ് അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഡെലിവറി ടൈമിൽ സിസേറിയൻ ചെയ്യുന്നുണ്ട് അല്ലെ? റോബോട്ടിക് സർജറി ഉണ്ട് അല്ലെ? സിസേറിയൻ ഇപ്പൊ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് വേദനരഹിത ഡെലിവറി. കേട്ടിട്ടുണ്ടോ? ആൻജിയോഗ്രാം അല്ലെ? വേദനരഹിത ഡെലിവറി. അതൊക്കെ എന്താണ്? മാറ്റങ്ങളാണ് അല്ലെ? മാറ്റങ്ങളല്ലേ? അപ്പൊ അതിനനുസരിച്ച് ഹോസ്പിറ്റലിലും ഫെസിലിറ്റി എൻവയോൺമെന്റിൽ ഇംപ്രൂവ്മെന്റുകൾ കൊണ്ടുവരണ്ടേ? അതിനനുസരിച്ച് കൾച്ചറിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം അല്ലെ? സ്റ്റാഫുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, പേഷ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം അല്ലെ? അങ്ങനെയുള്ള ഒരു കൾച്ചറും ഫെസിലിറ്റി എൻവയോൺമെന്റും ഇംപ്രൂവ് ചെയ്യുക. ക്ലിയർ ആയത്? ഓക്കെ ആണോ? നെക്സ്റ്റ് ഡെവലപ്പ് റാപ്പോർട്ട് ലൈക്ക് ഡോക്ടേഴ്സും നഴ്സുമാരും പേഷ്യന്റും തമ്മിലുള്ള ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുക. ഇപ്പൊ നമുക്കറിയാം നോക്കിയേ മിസ് വായിക്കാട്ടോ. നോക്കിയേ, ഫിയർ ഓഫൻ ഗെറ്റ്സ് ഇൻ ദ വേ ഓഫ് എ പേഷ്യന്റ് എബിലിറ്റി ടു റിട്ടേൺ ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ വിച്ച് ഇൻക്ലൂഡ് സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ്. എന്താണ്? സ്വയം പരിചരണം, സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടെയുള്ള പ്രധാന ചികിത്സാ വിഷയങ്ങള് നിലനിർത്തുന്നതിൽ പേഷ്യൻസിന് തന്നെ ഒരു ഫിയർ ഉണ്ടായിരിക്കും അല്ലെ? ഒരു പേടി, ഒരു ഭയം ഉണ്ടാവാറുണ്ടോ? ഇപ്പൊ നമ്മളോട് പറയാണ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചിലപ്പോ നമ്മളോട് ബയോപ്സി ഒക്കെ പറയാറുണ്ട്. എന്തെങ്കിലും ഒരു തടിപ്പ അത് കാണുമ്പോ ബയോപ്സി പറയാറുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് പേഷ്യൻസിന്റെ മെന്റൽ അവസ്ഥ എങ്ങനെയായിരിക്കും? ടെൻഷൻ ആയിരിക്കും അല്ലെ? അവർക്ക് ഇനി പേടിയായിരിക്കും അല്ലെ? ഇനി എന്താ റിസൾട്ട് വരിക അല്ലെ? എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും അല്ലെ? ടെൻഷൻ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം? അവരുടെ ടെൻഷൻ റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പേഷ്യന്റും ഡോക്ടറും തമ്മിലൊരു ബന്ധം മെന്റലി ഡൗൺ ആയി പോകും അല്ലെ? അതല്ലാണ്ട് അതൊരു എക്സാമ്പിൾ. അത് കൂടാണ്ട്
സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞാല് സ്വയം പരിചരണ നിർദ്ദേശങ്ങൾ അല്ലെ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പൊ മിസ്റ്റർ എക്സാമ്പിൾ പോലെ പറയാം, ഈ ഷുഗർ പേഷ്യൻസിന് മരുന്നുകൾ കഴിച്ചിട്ട് അവർക്ക് ആ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരില്ലേ? ഒരു ദിവസം 2 or 3 മെഡിസിൻ കഴിച്ചിട്ടും അവർ ആ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് പറയും ഡോക്ടർ? ഇൻസുലിൻ വെക്കാൻ പറയില്ലേ? ഇൻസുലിൻ. അപ്പൊ ആ ഒരു ഇൻസുലിൻ ചില പേഷ്യൻസിന് ഒരുപാട് പേടി ഉണ്ടാക്കുന്നില്ലേ? അവര് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും അല്ലെ? അവര് കറക്റ്റ് രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? ഒരുപാട് ടെൻഷൻസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ ഡോക്ടർ എന്ത് ചെയ്യണം? അവർ ആ ടെൻഷൻ ഫ്രീ ആക്കുന്ന രീതിയിൽ അവരുടെ അടുത്ത് ഒരു ബന്ധം സ്ഥാപിക്കണം. അവരുടെ അടുത്ത് എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ? ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വേറൊരു ബുദ്ധിമുട്ടും ഇല്ല അല്ലെ? ശരിക്കും ഇൻസുലിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് മെഡിസിൻ ഉപയോഗിക്കേണ്ട അല്ലെ? മെഡിസിൻ ഉപയോഗിക്കേണ്ട, മെഡിസിന്റെ അത്ര എഫക്റ്റ് വരുന്നില്ല അല്ലെ? ഇപ്പൊ മെഡിസിൻ ആണെങ്കിൽ ഇപ്പൊ നമ്മ ഒരു 40 ഉപയോഗിക്കുന്നിടത്ത് ഡോസ് കുറച്ച് കഴിയുമ്പോൾ അത് എന്ത് വരും? മെഡിസിന്റെ അത്രയും വരുന്നില്ല, നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പമാണ്. മെഡിസിന്റെ അത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. മെഡിസിൻ ഇപ്പൊ 40 ഉപയോഗിച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് 60 ആവും. ഇപ്പൊ ഒരെണ്ണാണ് കഴിക്കുന്നതെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് 2 എണ്ണോ നമ്പേഴ്സിൽ ആ അത്രയും എഫക്റ്റ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് പേഷ്യൻസിന് മനസ്സിലാക്കി കൊടുക്കുക. സം കേസസ് അവർക്ക് എന്തെങ്കിലും അലർജീസോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ ഉള്ളത് കൊണ്ടായിരിക്കാം കേട്ടോ സം കേസസിൽ അങ്ങനെ വരുന്നത്. മെഡിസിന്റെ അത്രയും നമുക്ക് എഫക്ട് ചെയ്യുന്നില്ല ഇൻസുലിൻ കേട്ടോ പേഷ്യന്റില്ല. അപ്പൊ നോക്കിയേ, സെൽഫ് കെയർ എന്നിട്ട് എന്താ അവർക്ക് അങ്ങനെ ആ സ്വയം പരിചരണ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ എന്താണ് അവരുടെ ചികിത്സാ വിവരങ്ങള് അവർക്ക് നിലനിർത്തുന്നതില് ഫിയർ അനുഭവപ്പെടുന്നുണ്ട് അല്ലെ? പേഷ്യൻസിൽ പേടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? പ്രാക്ടീഷണേഴ്സ് ഹു സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് എൻഗേജിങ് വിത്ത് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കണം അല്ലെ? ഇതൊക്കെ നെക്സ്റ്റ് ഏതാ പറഞ്ഞിരിക്കുന്നത്? പ്രാക്ടീഷണേഴ്സ് ഹു സ്പെൻഡ് എ ഫ്യൂ മിനിറ്റ്സ് എൻഗേജിങ് വിത്ത് പേഷ്യൻസ് before starting their clinical treatment help to set up a sense of trust with their patients. എന്ത് ചെയ്യുക? ആ ഒരു പേഷ്യന്റുമായി ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ആ പേഷ്യന്റിനുമായി കുറച്ച് സമയം ആ ഒരു പ്രാക്ടീഷണർ, ആ ഡോക്ടർ സ്പെൻഡ് ചെയ്യുക അല്ലെ? അതെന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? സ്പെൻഡ് ചെയ്യുക. അപ്പൊ ആ പേഷ്യന്റിന് ആ ഡോക്ടറുടെ അടുത്ത് ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഒരു വിശ്വസ്തത ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അവർ തമ്മിൽ ഒരു റിലേഷൻ മെന്റൽ റിലീസ് കിട്ടുന്നുണ്ട്. അവർ തമ്മിൽ ഒരു റിലേഷൻ അല്ലെ? ഫ്രണ്ട്ലി ടോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിശ്വസ്തത വരുന്നുണ്ടോ ആ ഡോക്ടറുടെ അടുത്ത്? നമുക്ക് എന്തും തുറന്നു പറയാം അല്ലെ? ഡോക്ടറുടെ അടുത്ത് എന്തും തുറന്നു പറയാം. അങ്ങനെയുള്ളൊരു ട്രസ്റ്റ് ആ പേഷ്യന്റിന് ആ ഡോക്ടറുടെ അടുത്ത് ക്രിയേറ്റ് ചെയ്യാനായി സ്ഥാപിക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, ബൈ റെഡ്യൂസിങ് ദെയർ പേഷ്യൻസ് ഫിയർ, റാപ്പോർട്ട് എന്ന് പറഞ്ഞ ബന്ധം, റിലേഷൻ. By reducing their patients' fear early on, these healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. അപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഇങ്ങനെ ഒരു ബന്ധം, റിലേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസിനെ നമുക്ക് നേരത്തെ തന്നെ അവരെ പേടി കുറയ്ക്കാൻ സാധിക്കുന്നില്ലേ? ആ ഡോക്ടർ അവരുടെ എല്ലാ കാര്യങ്ങളും തുറന്നു ചോദിച്ച് അവരുമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ആ രോഗിയുടെ പേടി മാറാണോ ചെയ്യുന്നത്? ഫിയർ ഏർലി ഓൺ അല്ലെ? ആ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ രോഗിയുടെ പേടി കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. കുറയ്ക്കാൻ സാധിക്കും അല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഡോക്ടർക്ക് അവരുടെ ഓൺ ഹെൽത്ത്, ആ ഒരു പേഷ്യന്റിന്റെ സ്വന്തം ആരോഗ്യ കാര്യത്തില് അവർക്ക് തന്നെ ചെയ്യുന്ന വിധമാക്കി കൊടുക്കുന്നുണ്ടോ? റെസ്പോൺസിബിലിറ്റി പേഷ്യന്റിനെ സ്ട്രെങ്തൻ ചെയ്ത് അല്ലേ? അവരുടെ ആ ഒരു ടെൻഷൻ ഫ്രീ ആക്കി അവരെ സ്ട്രെങ്തൻ ചെയ്ത് അവരുടെ ഓൺ ഹെൽത്ത്, ആ പേഷ്യന്റിന്റെ ഹെൽത്ത് അവർക്ക് തന്നെ റെസ്പോൺസിബിലിറ്റി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട്
നിങ്ങളുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഫിസിയോതെറാപ്പി എങ്ങനെയാണ്? ഫിസിയോതെറാപ്പി നമുക്ക് ചെയ്യാലോ, സ്വന്തം ചെയ്യാം. ആണോ? എക്സാമ്പിൾ പറയുമ്പോ മനസ്സിലാവും, നോക്കിക്കോ. ഫിസിയോതെറാപ്പി ഇപ്പൊ കയ്യിന് എന്തെങ്കിലും ഒടിവോ ചതവോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റർ ഇടും അല്ലെ. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് പറയില്ലേ ഒരാഴ്ച 2 ആഴ്ച ഫിസിയോതെറാപ്പി ചെയ്യാനൊക്കെ പറയോ? നമുക്ക് സ്വന്തം എക്സസൈസ് ചെയ്യാൻ പറയില്ലേ, എക്സസൈസ് ചെയ്യാൻ പറയും കൈ വെച്ചിങ്ങാനിട്ട്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് സ്വന്തം ചെയ്യാൻ ഒരു പേടി ഉണ്ടാവൂലേ? ഒന്നില്ലെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ചെയ്യും അല്ലെ? ആണോ? എന്താണ്? പക്ഷെ ഡോക്ടർ നമ്മുടെ അടുത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലിയർ അഡ്വൈസ് തരാണ്, ഇൻസ്ട്രക്ഷൻസ് തരാണെങ്കിൽ നമ്മളെ സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് തന്നെ സ്വന്തം ചെയ്തൂടെ? ഫിസിയോതെറാപ്പി വീട്ടിൽ വന്ന് ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഫിസിയോതെറാപ്പി? കൈക്കൊക്കെ ഒടിവുകളൊക്കെ പറ്റിയിട്ട് ഉണ്ടല്ലേ? ഇല്ല, ചെയ്തിട്ടില്ല. ആതിര ചെയ്തിട്ടുണ്ട് അല്ലെ, ടോം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, ഡോക്ടർ നമ്മളെ അടുത്ത് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്ന് കറക്റ്റ് അതിന് വേണ്ട അഡ്വൈസുകൾ ചെയ്താൽ നമ്മളെ തന്നെ സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് തന്നെ വീട്ടിൽ വന്ന് ചെയ്തൂടെ? ആ ഡ്യൂട്ടി, ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ? അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ? ഡോക്ടർ അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ പേടി നേരത്തെ തന്നെ കുറയ്ക്കുന്നത് മൂലം അവരുടെ സെൽഫ് ഹെൽത്ത് അല്ലെ, അവരുടെ സ്വന്തം ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർക്ക് തന്നെ ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ എന്താണ്, അതെന്തുകൊണ്ടാണ് ആ ഒരു കാര്യം അവർക്ക് തന്നെ സ്വന്തം ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ്? ആ ഒരു പേഷ്യന്റും ആ ഡോക്ടറും തമ്മിലുള്ള റിലേഷൻ കൊണ്ടല്ലേ, റാപ്പോർട്ട് കൊണ്ടല്ലേ? അല്ലേ? അപ്പൊ എന്താണ് അവരില് വിശ്വാസം കൊണ്ടാണ് അല്ലെ? ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ, മേക്ക് ഇറ്റ് പേഴ്സണൽ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്റ്റർ, നോക്കിയല്ലേ? Make it personal. Healthcare professional who try to keep eye contact with their patients rather than vaguely looking at computer screen and charts display their dedication to the patients. നമ്മൾ ചില ഹോസ്പിറ്റലിൽ ചില ഡോക്ടേഴ്സിനൊക്കെ കാണാൻ വരുമ്പോൾ നമ്മ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ സ്ക്രീനിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന പേഷ്യൻസ് ഡോക്ടറെ കണ്ടിട്ടുണ്ടോ? അവര് പെട്ടെന്ന് തന്നെ അല്ലെ അവരെ ഡ്യൂട്ടി ചെയ്ത് തീർക്കാനുള്ള ഒരു വ്യഗ്രതയില്ല അല്ലെ, ഒരു ഇതിൽ എന്ത് ചെയ്യും, നമ്മ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ അല്ലെ എന്തൊക്കെയോ കേട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട മരുന്നുകൾ എഴുതുന്നുണ്ട് അല്ലെ? ആണോ? പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, അവര് അങ്ങനെയൊന്നും ചെയ്യാതെ അല്ലെ, അവര് എന്താണ് അവ്യക്തമായിട്ട് ചില ഡോക്ടേഴ്സ് ഉണ്ട്, എന്താണ് ചില ഹോസ്പിറ്റലിൽ, ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, അവര് നമ്മളെ കറക്റ്റ് രീതിയിൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ടോ? ചില സമയത്ത് തിരക്കൊക്കെ കൂടുമ്പോഴ് ഇല്ല അല്ലെ, പ്രോപ്പർ ഐ കോണ്ടാക്ട് കാണും. ഇല്ലാന്നല്ല, ചില സമയത്ത് ചില ഡോക്ടേഴ്സ് കറക്റ്റ് ആയിട്ട് നോക്കാതെ നമ്മ പറയുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് മെഡിസിൻ എഴുതി തരും, കറക്റ്റ് നോക്കാതെ എഴുതി തരുന്നവരുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഹു ട്രൈ ടു കീപ് ഐ കോണ്ടാക്ട് വിത്ത് ദെയർ പേഷ്യൻസ്. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ കാണാം, ടോം പറഞ്ഞ പോലെ എന്ത് ചെയ്യണം, ഡോക്ടേഴ്സ് പേഷ്യന്റുമായി ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തിക്കൊണ്ട് അവരുമായി സംസാരിക്കുക അല്ലെ, rather than vaguely looking at a computer screen and chart. അവരെന്താണ് അവ്യക്തമായി സ്ക്രീനിൽ നോക്കുകയോ അല്ലെങ്കിൽ ഈ പേഷ്യന്റിന്റെ ചാർട്ടിലോ നോക്കിയിരിക്കാതെ പേഷ്യന്റുമായി ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തുക. എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്ലേ their dedication to their patients അല്ലെ, എന്താണ് പേഷ്യന്റിനോടുള്ള ഒരു അർപ്പണബോധം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ?
ഡെഡിക്കേഷൻസ്, ആ ഡോക്ടറുടെ ഡെഡിക്കേഷൻ അല്ല അവിടെ കാണുന്നത്. പെട്ടെന്ന് പ്രോബ്ലം കണ്ടുപിടിക്കാം അല്ലേ. നമ്മുടെ അസുഖത്തിന് മാത്രം മരുന്നുകൾ എഴുതുന്നുള്ള അവരല്ലേ. ഇപ്പൊ നമ്മ ഫസ്റ്റ് മൊഡ്യൂളിൽ അല്ലെങ്കിൽ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചല്ലോ. ഫ്യൂ മൊമെന്റ്സ് അവരെന്ത് ചെയ്യാം, ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കുക അല്ലെ. ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ അവർ എന്ത് മനസ്സിലാക്കുന്നുണ്ട്, അവരെ ക്ഷീണം അല്ലെ, അവരെ ബുദ്ധിമുട്ടുകൾ അല്ലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ എന്താ, ഡോക്ടർ അവ്യക്തമായിട്ട് സ്ക്രീനിലോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ചാർട്ടിലോ നോക്കാതെ പേഷ്യന്റിനുമായി ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തുന്നത് ആ ഡോക്ടറുടെ അർപ്പണബോധം അല്ലെ, ഡെഡിക്കേഷൻ മനസ്സിലാക്കാനായി സാധിക്കുന്നു. നമ്മൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചില ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നമ്മളെ കറക്റ്റ് രീതിയിൽ നോക്കാതെ നമുക്ക് എന്തൊക്കെയോ മെഡിസിനുകളൊക്കെ എഴുതി തരാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് പാലിക്കോ? ചിലപ്പോ മരുന്ന് വാങ്ങിക്കില്ല, ചിലപ്പോ മരുന്ന് കഴിക്കുക തന്നെ ചെയ്യില്ല അല്ലെ, അവർ തരുന്ന ടെസ്റ്റുകൾ ചെയ്യില്ല അല്ലെ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാലോ, ടെസ്റ്റ് ഒന്നും നമ്മൾ ചെയ്യില്ല. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്യുക, പേഷ്യന്റിനുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുക പേഷ്യന്റുമായിട്ട് അല്ലെ. നെക്സ്റ്റ്, പിന്നെ അവിടെ പോവുകയില്ല അല്ലെ, ആ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോവുകയില്ല. Some practitioners may select to have a medical scribe in the room for this very reason, which allows them to listen with their eyes while that scribe takes notes. Right? നമുക്ക് കാണാറില്ലേ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ ഈ പേഷ്യന്റ് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാനായിട്ട് ഒരു സ്ക്രൈബ് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ സ്ക്രൈബ്, ഡോക്ടറുടെ അസിസ്റ്റന്റ്. അപ്പൊ ആരായിരിക്കും നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതും നമ്മുടെ അടുത്ത് വിവരങ്ങൾ ചോദിക്കുന്നതും? ഡോക്ടർ ചോദിക്കില്ലേ, ഡോക്ടർ എഴുതേ നോട്ട് ചെയ്യുകയും ചെയ്യോ? ഡോക്ടർക്ക് വേറെ യാതൊരു വിധത്തിലുള്ള വർക്കുകളല്ല അല്ലെ. ആരായിരിക്കും നമുക്ക് വേണ്ട മെഡിക്കേഷൻസ് ഒക്കെ ഡോക്ടർ പറഞ്ഞു കൊടുക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് മെഡിക്കൽ സ്ക്രൈബ് അല്ലേ നോട്ട് ചെയ്യുന്നത്. നമ്മുടെ റെക്കോർഡില് ആ ഒരു മെഡിക്കൽ സ്ക്രൈബ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫ് ആയിരിക്കില്ലേ നോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നത് എന്താണ്, സം പ്രാക്ടീഷണേഴ്സ് അല്ലെ, ചില ഹോസ്പിറ്റലില് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ സ്ക്രൈബിനെ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ അവരുടെ റൂമില്. അപ്പൊ അവരായിരിക്കും ഈ പേഷ്യന്റിന്റെ വിവരങ്ങള്, ചിലപ്പോ ട്രെയിനിങ് സ്റ്റുഡൻസ് ആയിരിക്കാം, MBBS ഒക്കെ കഴിഞ്ഞിട്ട് ഹൗസ് സർജൻസി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കാം അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ പേഷ്യന്റ് പറയുന്ന വിവരങ്ങൾ നോട്ട് ചെയ്യുന്നു. ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പേഷ്യന്റ് ലിസൺ വിത്ത് ദെയർ ഐസ് അല്ലെ, പേഷ്യന്റിനെ നോക്കി അവര് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കും അല്ലെ. ഡോക്ടർക്ക് വേറെ ജോലിയൊന്നുമില്ല, വേറെ ഇവര് പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യണ്ട, ഇവര് മരുന്നുകൾ എഴുതണ്ട അല്ലെ, ജസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താൽ മാത്രം മതി. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത്, saying a patient's names also helps individualize and personalize the patient experience, like this asking question like what matters to you. എന്താണ്, നമ്മ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പൊ ഫാത്തിമയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ഡോക്ടർ ചിലപ്പോ ഡോക്ടർ ചോദിക്കുകയാണ്, ഫാത്തിമ പറയും എന്താണ് വിശേഷം, എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും ഫാത്തിമക്ക് ഫീൽ ചെയ്യാം? ഇല്ല, ഫാത്തിമ ഇല്ല, ജോയിൻ ചെയ്തിട്ട് പോയോ? ഓക്കെ, റിലീഫ് തോന്നും അല്ലേ. നമുക്ക് ഇൻഡിവിജ്വലൈസ് ചെയ്യുമ്പോൾ, നമ്മൾ പേരെടുത്ത് വിളിച്ച ഒരു കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് റിലീഫ് തോന്നും. അതന്നെ പൊതുവായിട്ട് ചോദിക്കണം, പറയും എന്താ വന്നേന്ന് വെക്കണേലും കൂടുതൽ നല്ലത് ഏതാ? ആർക്ക് വേണമെങ്കിലും പറയാട്ടോ, മിസ് ഫസ്റ്റ് കണ്ട ഒരു പേര് പറഞ്ഞു എന്നുള്ളൂ, ആർക്ക് വേണമെങ്കിലും പറയാം. നെയിം എടുത്ത് വിളിക്കുന്നതാണ് അല്ലെ, നമ്മൾ നെയിം എടുത്ത് വിളിക്കുമ്പോ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് ആവുകയാണ് നമ്മ അവിടെ അല്ലെ. നമ്മ ആ ഡോക്ടറെ അടുത്ത് കുറച്ചും കൂടെ ഒരു കംഫർട്ട് ആവുകയാണ്. ഇപ്പൊ നമ്മ എന്ത് പറയും, നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഡോക്ടറെ അടുത്ത് തുറന്നു പറയാനായി സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താ, അങ്ങനെ പേരെടുത്ത് വിളിച്ച് അവര് ഒന്നുകൂടെ ഫ്രീ ആവാൻ സാധിക്കുന്നുണ്ട് അല്ലെ, ഒരു അടുപ്പം തോന്നുന്നു അല്ലെ. അപ്പൊ എന്താണ്, അങ്ങനെ ഫ്രീ ആവാനായിട്ട് എന്ത് ചെയ്യുക, അവരെ ഇൻഡിവിജ്വലൈസ് ചെയ്ത് അല്ലെ, പേരെടുത്ത് വിളിച്ച് അവരെ വിവരങ്ങൾ ചോദിക്കുന്നത് എന്താണ്, പേഷ്യൻസിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് അല്ലെ, അവരെ ഫീൽ കംഫർട്ട് ആക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
ക്ലിയർ അല്ലേ? ഓക്കെ ആണോ മക്കളെ? ഈ ചാപ്റ്റർ ഇങ്ങനത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ ബോറടിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ്, ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ കേട്ടാ. കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ലേ? സഫർ ബാങ്ക് ബോറടി ഇല്ല. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അല്ലെ, എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് എന്താണ്? പേഷ്യന്റിന് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനിനെ കുറിച്ച്, അവരുടെ പ്രൊസീജിയേഴ്സിനെ കുറിച്ച്, അവരുടെ ടെസ്റ്റുകളെ കുറിച്ച്, അവരുടെ മെഡിക്കേഷൻസിനെ കുറിച്ച് ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെ, ഒരു അറിവ് കൊടുക്കണ്ടേ? അമ്മ എന്താ ചോദിച്ചേ? നെക്സ്റ്റ് അമ്പിളിയാണോ? ആരാ ചോദിച്ചേ? നെക്സ്റ്റ് മിസ് എന്താ ചോദിച്ചേ? പ്രബിത അല്ലെ? ഓക്കെ ഓക്കെ. റിസീവിംഗ് നോക്കിയേ, receiving a new diagnosis or an update to an existing one can be fearsome. എന്താണ്? നമുക്ക് പുതിയ ഒരു ഡയഗ്നോസിസ് നടത്താം. മിസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റുകൾ നടത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊസീജിയർ നടത്തി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മിസ് ക്ലാസ് ഉണ്ട്, മെൽറോസ് ടീച്ചർ അല്ലേ? നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് കേട്ടോ, ക്ലാസ് ഉണ്ട് കേട്ടോ. എന്ത് പറ്റി ഇപ്പൊ ചോദിച്ചേ? നീ ടൈം നടക്കുന്നുണ്ടല്ലോ, ഇത് ബോറടിച്ചോ? ഓക്കെ നോക്കിയേ, നമുക്ക് പുതിയൊരു രോഗനിർണയം നടത്തുക അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഉള്ള ഇതിലെന്തെങ്കിലും വേരിയേഷൻസ് വരുന്നത് നമുക്ക് എന്ത് ഉണ്ടാക്കുന്നുണ്ട്? പേടി ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ബയോപ്സി ഒക്കെ ചെയ്തിട്ട് രോഗനിർണയം നടത്തുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് നടത്തുക അല്ലെ, ആൻജിയോഗ്രാം ചെയ്യും. ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ബ്ലോക്ക് ഉണ്ടോ എന്ന് അറിയാൻ എന്ത് ചെയ്യും? ആൻജിയോഗ്രാം നടത്തുക അല്ലെ? ആണോ? പറയേ. പിന്നെ എൻഡോസ്കോപ്പി നടത്തും അല്ലെ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പുതിയ രോഗനിർണയം അല്ലെ, നമുക്ക് രോഗനിർണയം നടത്തുക, അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ട്രീറ്റ്മെന്റുകളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് എന്ത് ചെയ്യും? പേഷ്യൻസിൽ പേടി ഉണ്ടാക്കുന്നുണ്ടോ? പേടി ഉണ്ടാക്കില്ലേ? ഫിയർസം അല്ലെ? ഫിയർ ഉണ്ടാക്കും. അപ്പൊ എന്ത് ചെയ്യണം? യൂസ് of non-medical language and teach back methods helps improve communication and increase a patient grasping of their condition, health condition. എന്ത് ചെയ്യാം? നമ്മൾ നോൺ മെഡിക്കൽ ലാംഗ്വേജുകൾ യൂസ് ചെയ്യാം അല്ലെ? ഡോക്ടറുടെ ഭാഷയില്, മെഡിക്കൽ ലാംഗ്വേജില് അവര് അസുഖത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകോ? നിങ്ങൾ അബ്രിവേഷൻസ് പഠിച്ചില്ലേ? അബ്രിവേഷൻ പോസിറ്റീവ് മൈൻഡ് ആക്കണം അല്ലെ? ഇപ്പൊ നിങ്ങൾ അബ്രിവേഷൻ പഠിച്ചില്ലേ? അതിൽ കുറെ അസുഖങ്ങളുടെ അബ്രിവേഷൻസ് ഒക്കെ പറയുന്നുണ്ട് അല്ലെ? ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്താൽ പേഷ്യന്റിന് മനസ്സിലാകോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? യൂസ് നോൺ മനസ്സിലാവില്ല അല്ലെ? നോൺ മെഡിക്കൽ ലാംഗ്വേജുകളിൽ നല്ല ഫ്രീ ആയിട്ട് മെഡിക്കൽ ലാംഗ്വേജിൽ അല്ലാതെ പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്താണ്? ഡിഫറെന്റ് മെത്തേഡ്സ്, ടീച്ച് ബാക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഡോക്ടറും ആ പേഷ്യന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെ, വർദ്ധിപ്പിക്കാനും അവർക്ക് അവരെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അല്ലെ, ആരോഗ്യാവസ്ഥയെ കുറിച്ച് അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കുന്നു. ടീച്ച് ബാക്ക് മെത്തേഡ് കേട്ടിട്ടുണ്ടോ? ടീച്ച് ബാക്ക് മെത്തേഡ് അറിയോ? എന്താണെന്നറിയോ? ഇപ്പൊ മിസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ലേ? ഇപ്പൊ മിസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ? അപ്പൊ
മിസ് ഇപ്പൊ ഇതിക്ക് മുമ്പ് പറഞ്ഞ പോർഷൻ എന്താണ്? മേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറഞ്ഞു അല്ലെ? അതിനെ കുറിച്ച് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ? കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അത് ഞാൻ തിരിച്ചു പറയിപ്പിക്കാണ്. ഞാനിപ്പോ പറഞ്ഞു നിങ്ങൾക്ക് മേക്ക് ഇറ്റ് പേഴ്സണൽ എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞു തന്നു. അത് മിസ് തിരിച്ചു പറയിപ്പിച്ചിട്ട് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയതിൽ ചിലപ്പോ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവാലോ. നിങ്ങൾ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടാവുക അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരാലോ. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? രണ്ടാമത് കറക്റ്റ് ചെയ്തിട്ട് ശരിയായ രീതിയിൽ പറഞ്ഞു തരുന്നതിനെയാണ് ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? രണ്ടാമത് എന്ത് ചെയ്യും? തിരിച്ച് നമ്മൾ ആദ്യം ഡോക്ടർ ആ പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കും അവരെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച്, അവരെ അസുഖത്തെ കുറിച്ചൊക്കെ ഡോക്ടർ ആർക്ക് പറഞ്ഞു കൊടുക്കും? പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പേഷ്യന്റിനോട് തിരിച്ചു പറയാൻ പറയും എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പൊ പേഷ്യന്റിന് പറയുമ്പോൾ അവര് മനസ്സിലാക്കിയതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം അല്ലെ? ചേഞ്ചസ് വരാം. അത് തിരുത്തി കൊടുക്കുന്നതിനെയാണ് ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ ടീച്ച് ബാക്ക് മെത്തേഡ് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നോൺ മെഡിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ആ ഡോക്ടറും ആ ഒരു പേഷ്യന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലേ? നോ ആണോ? സാധിക്കുന്നില്ലേ? കറക്റ്റ് രീതിയിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്ലേ ചെയ്യുന്നത് ഡോക്ടർ? അവരെ ആരോഗ്യത്തെ കുറിച്ച് അല്ലെ, അവരെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് കറക്റ്റ് രീതിയിൽ ഒന്നുകൂടെ പറയണം. നോൺ മെഡിക്കൽ ലാംഗ്വേജ് മനസ്സിലായോ? ഡോമിന് ടീച്ച് ബാക്ക് മെത്തേഡ്. ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറഞ്ഞാല് നമ്മ ഒരു കാര്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ രോഗിയുടെ അസുഖത്തെ കുറിച്ച് ആരാണ് പഠിപ്പിച്ചത്? ഡോക്ടർ പറഞ്ഞു കൊടുക്കുക അല്ലെ? ട്രീറ്റ്മെന്റിനെ കുറിച്ച്, അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, അവരുടെ മരുന്നുകളെ കുറിച്ച്, അവരെ ഡയറ്റുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കല്ലേ ഡോക്ടർ? എന്നിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? രണ്ടാമത് അവരോട് പറയാൻ പറയും. അവർ മനസ്സിലാക്കിയ ആ പേഷ്യന്റ് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയിപ്പിക്കും. അങ്ങനെ പറയുന്ന സമയത്ത് എന്തെങ്കിലും വേരിയേഷൻസ് വരാലോ, വ്യത്യാസങ്ങൾ വരാം അല്ലെ? അതെന്ത് ചെയ്യും? ഡോക്ടർ വീണ്ടും തിരുത്തി അവർക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ടീച്ച് ബാക്ക് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? എല്ലാവർക്കും ഓക്കെ ആയോ? അങ്ങനെ ആ ടീച്ച് ബാക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത്, നോൺ മെഡിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് പേഷ്യന്റും ആ ഡോക്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നത്. ഇംപ്രൂവ് ചെയ്യില്ലേ? കൂടാതെ എന്താണ്? പേഷ്യന്റിനെ കുറിച്ചുള്ള ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അവർക്ക് തന്നെ മനസ്സിലാക്കാണോ? അവരുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് അല്ലെ? എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് തന്നെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. They will get awareness. Okay. Okay ആയോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ്, providing patients with the written documentation that they can take home with them is also of important and will help further lessen feeling of confusion or unease. എന്താണ്? രോഗിക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ട് അല്ലെ? അതെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ കൺഫ്യൂഷൻസ് കുറയ്ക്കുന്നുണ്ടോ? പിന്നെ അവരുടെ ജോലി എളുപ്പമാക്കി തീർക്കാണ് അല്ലെ? അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ? അവരാ ഒരു ആശയക്കുഴപ്പങ്ങൾ അല്ലെ? അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ? ഏതൊക്കെ മരുന്നുകൾ കഴിക്കണം അല്ലെ? അപ്പൊ അവരെ ആ കൺഫ്യൂഷൻസ് കുറയ്ക്കുകയും അവർക്ക് അവരുടെ ജോലികൾ എളുപ്പമാക്കി തീർക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? പേഷ്യൻസിന് എന്ത് ചെയ്യുക? റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് കൊടുക്കുക. അപ്പൊ അവർക്ക് അത് നോക്കിങ്ങാണ്ട് കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാം അല്ലെ? അതുവഴി എന്താണ്? അവരുടെ കൺഫ്യൂഷൻസ്, അവരുടെ ആരോഗ്യ കാര്യത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ അവർക്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്, generate a positive patient experience by teaching the patients about their health and how to measure it.
എന്താണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പേഷ്യന്റ് എക്സ്പീരിയൻസ് തയ്യാറാക്കി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് അവരുടെ കാര്യങ്ങളെ എങ്ങനെ ചെയ്യണം അല്ലെ ഹൗ മെച്ചുവർ ആയിട്ട് എങ്ങനെ ചെയ്യണം അവർക്ക് തന്നെ കിട്ടല്ലേ അറിവ് കിട്ടല്ലേ അവരെ ടീച്ച് ചെയ്ത് കൊടുക്കല്ലേ അവരെ ഹെൽത്ത് എന്താണ് അല്ലെ എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ് എഡ്യൂക്കേറ്റ് എന്താണ് നല്ല പോലെ അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്താണ് ടീച്ചിങ് ദ പേഷ്യന്റ് അബൌട്ട് ദെയർ ഹെൽത്ത് അല്ലെ അവരുടെ ഹെൽത്തിനെ കുറിച്ച് അവർക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കല്ലേ അവയർനെസ് കൊടുക്കുന്നതിലൂടെ അഡ്വൈസ് കൊടുക്കുന്നതിലൂടെ അല്ലെ കമ്മ്യൂണിക്കേഷൻസ് നടത്തുന്നതിലൂടെ അല്ലെ ആ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യത്തെ കുറിച്ച് അവർക്ക് തന്നെയല്ലേ ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പൊ എന്താണ് അവർക്കൊരു ടീച്ചിങ് കൊടുക്കുകയും എന്താണ് അതിനെ അവർക്ക് പക്വതയോട് കൂടി അല്ലേ എങ്ങനെ നേരിടണമെന്ന് മനസ്സിലാകുന്നില്ലേ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ എന്തൊക്കെ മരുന്നുകൾ കഴിക്കണം അല്ലെ അവർക്ക് തന്നെ പക്വതയോട് നേരിടാൻ മനസ്സിലാക്കി കൊടുക്കുന്നില്ലേ ആ ഒരു എഡ്യൂക്കേഷൻ കണക്ട് ചെയ്യും ആണോ എന്താണ് അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിലൂടെ അല്ലെ എന്താണ് അവർക്ക് അവരുടെ ആരോഗ്യത്തെ കുറിച്ച് അവർക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയും കൂടാതെ എന്താണ് അത് പക്വതയോടുകൂടി എങ്ങനെ നേരിടണമെന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു നെക്സ്റ്റ് പറയുന്നത് ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദിയർ ബോഡി വർക്ക്സ് കൂടാതെ എന്താണ് അവരുടെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാകില്ലേ ഇപ്പൊ നമ്മുടെ അടുത്ത് ഡോക്ടർ പറഞ്ഞു തരാണ്ട് ചിലപ്പോ ഇപ്പൊ ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോ പറയാറുണ്ടോ 3 ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ 2 ബ്ലോക്കുകൾ ഉണ്ട് അല്ലെ നിങ്ങളുടെ ഹാർട്ട് കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല എന്ത് ചെയ്യണം ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം അല്ലെ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം അല്ലെ അപ്പൊ അവർക്ക് മനസ്സിലാകാണോ അവരുടെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുകയല്ലേ ചെയ്യുന്നത് ഇപ്പൊ ആൻജിയോഗ്രാം ഒക്കെ ചെയ്ത് കഴിഞ്ഞാല് ഡോക്ടർ കാണിച്ചു കൊടുക്കാറുണ്ട് സ്ക്രീനില് അല്ലേ ഇന്നതൊക്കെയാണ് ബ്ലോക്ക് ഇത് ഇത്ര പെർസെന്റേജ് ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കാറുണ്ട് അല്ലെ അവർക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് അതിനു വേണ്ടി അവയർനെസ് കൊടുക്കുന്നത് അല്ലെ അപ്പൊ ആ ഒരു അവയർനെസ്സിലൂടെ അവർക്ക് മനസ്സിലാകുകയല്ലേ അവരെ ഹെൽത്ത് അവരെ ബോഡി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ അതിൽ എന്തൊക്കെ തകരാറുകൾ ഉണ്ട് അല്ലെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കുകയാണോ ചെയ്യുന്നത് ഓക്കെ ആണോ എന്ന് അവർക്ക് തന്നെ മനസ്സിലാകുകയാണ് കൂടാതെ എന്താണ് ആൻഡ് while making certain choices can enhance or detract from their health gives them informed agency over their body awareness അല്ലെ ഓക്കെ അപ്പൊ എന്താണ് അപ്പൊ ഡോക്ടർ നമ്മുടെ അടുത്ത് പറയും എന്തെടുക്കണം എന്ന് പറയും ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം അതല്ലെങ്കിൽ ചിലപ്പോ എന്ത് പറയും ഓപ്പൺ സർജറി ചെയ്യണം എന്ന് പറയും അല്ലേ ആണോ ബ്ലോക്കുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്താൽ മതിയോ ബ്ലോക്കുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റ് ചെയ്താൽ മതിയോ പോരാ അല്ലെ എന്ത് ചെയ്യണം ഓപ്പൺ സർജറി ചെയ്യണം അല്ലെ ബൈപ്പാസ് സർജറി നടത്തണം അപ്പൊ അങ്ങനെയുള്ള ചില തിരഞ്ഞെടുപ്പുകൾ എന്താണ് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയോ അല്ലെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം അവരുടെ അസുഖങ്ങൾ കുറയ്ക്കുകയോ ചെയ്യുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ അവർക്ക് തന്നെ ഒരു അറിവ് നൽകാനായി സാധിക്കുന്നു ക്ലിയർ ആയോ എന്തിലൂടെയാണ് അവർക്ക് അവരുടെ കണ്ടീഷനെ കുറിച്ചും അങ്ങനെ ഒരു സർട്ടൻ ചോയ്സസ് ഇപ്പൊ നമ്മ പറഞ്ഞു ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുക ഓപ്പൺ സർജറി ചെയ്യുക അതെന്താണ് സർട്ടൻ ചോയ്സസ് അല്ലേ ആ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചല്ലേ അവർ ആ ചോയ്സസ് എടുക്കുന്നത് ആ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ ഒരു സർട്ടൻ ചോയ്സസ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കാനും ഈ ഒരു എഡ്യൂക്കേഷനിലൂടെ അവയർനെസ്സിലൂടെ സാധിക്കുന്നു ഓക്കെ ആയോ ഓക്കെ ആണോ എല്ലാവരും മിസ് അതുകൊണ്ടാണ് കേട്ടോ എക്സാമ്പിൾ ഇട്ട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് they feel like the hospital is their partner in health instead of another person telling them what they should be doing differently ഇപ്പൊ നമ്മുടെ അടുത്ത് പറയാണ് ഒരാള്
ഇന്ന രീതിയിൽ ചെയ്യും, ഇന്ന മരുന്നുകൾ കഴിക്കുന്നത് എന്ന് പറയുന്നതിലും കൂടുതൽ നമ്മ ആര് പറയുന്നതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ഒരു സെക്കൻഡ് പേഴ്സൺ, വേറൊരാൾ പറയുന്നതിൽ കൂടുതൽ ആര് പറയുന്നത്? ഡോക്ടർ അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾക്കല്ലേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാം? ഡോക്ടർ അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും അല്ലെ. അപ്പൊ നമ്മ എന്താണ് ഹോസ്പിറ്റലിനെ നമ്മുടെ പാർട്ട്ണറായില്ലേ, ആരോഗ്യ പങ്കാളികളായി നമ്മൾ ചൂസ് ചെയ്തേക്കല്ലേ. വ്യത്യസ്ത നമ്മുടെ ആരോഗ്യ കാര്യത്തില് വ്യത്യസ്തമായി എന്ത് ചെയ്യണമെന്ന് ഒരാൾ പറയുന്നതിൽ കൂടുതൽ നമ്മൾ എന്താണ് ഹോസ്പിറ്റലിനെ നമ്മളെ ആരോഗ്യ പങ്കാളികളായില്ലേ, നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് എൻഷുർ ക്ലീൻലിനെസ്. എന്താണ്? ശുചിത്വം ഉറപ്പാക്കുക അല്ലെ, ക്ലീൻലിനെസ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണ് നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള മോഡേണൈസ്ഡ് ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്, നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ സേവനങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവിടുത്തെ എൻവയോൺമെന്റ്, അവിടുത്തെ ആ ഒരു പരിസരം ശുചിത്വം അല്ലെങ്കിൽ ക്ലീൻലിനെസ് അല്ലെങ്കിൽ നമുക്കുള്ള കാര്യമുണ്ടോ? ഇൻഫെക്ഷൻസ് വരാം അല്ലെ, സേഫ്റ്റി ഉണ്ടാവില്ല അല്ലെ, നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാം അല്ലെ, ആണോ? അപ്പൊ നോക്കിയേ ഇതിൽ പറയുന്നത് എന്താന്ന് നോക്കിയേ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെ, നോ പേഷ്യൻസ് നീഡ് ടു റിസീവ് കെയർ ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് ഡസന്റ് ഫീൽ സേഫ് ആൻഡ് സാനിറ്ററി. എന്താണ്? സുരക്ഷിതത്വം അല്ലെ, സേഫും സാനിറ്ററി ശുചിത്വം ഇല്ലാത്ത സാഹചര്യത്തില് ഒരു രോഗിക്കും പരിചരണം ലഭിക്കേണ്ടതില്ല അല്ലെ. ആ ഒരു സിറ്റുവേഷനില്, ആ ഒരു എൻവയോൺമെന്റില് രോഗിക്ക് പരിചരണം ലഭിക്കണോ? അവര് വന്ന സുഖമില്ലാണ്ട് അവർക്ക് എന്ത് വരും? എക്സ്ട്രാ സുഖങ്ങളായിട്ടായിരിക്കും അവർ അവിടെ നിന്ന് പോകുന്നത് അല്ലെ. നമ്മ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ആക്ഷേപിക്കുന്നതല്ല മിസ് പറയുന്നത്, പൊതുവെ ഒരു ടോക്ക് ഉണ്ട്, എന്തറിയാറുണ്ട്? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മ പോയ അസുഖത്തിനല്ല എക്സ്ട്രാ എന്തെങ്കിലും കൂടി വരുമെന്ന് പറയാറുണ്ടോ? കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ പോകുമ്പോ പറയാറുണ്ടോ? ഇല്ലേ? എന്തുകൊണ്ടാണ്? ചിലയിടത്ത് ഇപ്പൊ എല്ലായിടത്തും വൃത്തിയില്ലാത്തതുണ്ട്, പക്ഷെ ഇപ്പൊ എല്ലായിടത്തും നല്ല ഹൈജീൻ ആണ് കേട്ടോ, നല്ല മാസ്ക് വെക്കണം അല്ലെ, മാസ്ക് ഒക്കെ വെക്കണം. ഇപ്പൊ എല്ലായിടത്തും നല്ല വൃത്തിയായിട്ടുണ്ട്. പണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത്, ഇതിപ്പോ നല്ല വൃത്തിയുണ്ട്. ഇപ്പൊ സൂപ്പറാണ് അല്ലെ നമ്മുടെ. അപ്പൊ എന്താ ഇപ്പോഴുണ്ടോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ്? അപ്പൊ ആ ഒരു സിറ്റുവേഷനില പേഷ്യൻസിന്റെ സേഫ്റ്റി ഇല്ല, പ്രോബ്ലംസ് ഇപ്പൊ ഉണ്ട് അല്ലെ. ഓക്കെ. പിന്നെ സാനിറ്ററി ശുചിത്വമില്ലാത്ത സാഹചര്യത്തില് രോഗിക്ക് എത്ര തരത്തിലുള്ള അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെ, ഓക്കെ, ഒരു രോഗിക്കും പരിചരണം ലഭിക്കേണ്ടതില്ല. അപ്പൊ എന്ത് ചെയ്യണം? Practicing sanitation of all areas of the institution from the waiting room to the physician's office and safeguard patients and put them at peace. എന്ത് ചെയ്യുക? ഹോസ്പിറ്റലില് എല്ലാ ഏരിയാസിലേക്കും എന്തുകൊണ്ടുവരണം? Practicing sanitation in all areas of the institution അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലേക്കും സാനിറ്റേഷൻ ശുചിത്വ പ്രവർത്തനങ്ങൾ ചെയ്യുക. എവിടെ മുതല? വെയിറ്റിംഗ് റൂം മുതൽ ഫിസിഷ്യൻസിന്റെ ഓഫീസ് വരെ അല്ലെ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിനെ സുരക്ഷിതരാക്കുക അല്ലെ, സേഫ് ഗാർഡ് ആക്കുകയും പിന്നെ എന്താണ്? അവരെ സുഖപ്പെടുത്താനും സഹായിക്കുന്നു അല്ലെ. ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയാസിലും എന്താണ്? ഹോസ്പിറ്റലിൽ നമ്മൾ എൻട്രി ചെയ്ത് എക്സിറ്റ് ആവുന്നവരുള്ള എല്ലാ ഏരിയാസിലും വേണ്ടേ ബാത്റൂം അല്ലെ, അതിലുൾപ്പെടുന്നതാണ് ബാത്റൂം ഫെസിലിറ്റീസ് അല്ലെ. ബാത്റൂം ഒക്കെ ക്ലീൻ ആയിരിക്കണം അല്ലെ. ടോയ്ലറ്റ്സുകള്, OPD-യില്, എമർജൻസി ഡിപ്പാർട്ട്മെന്റില്, വെയിറ്റിംഗ് ഏരിയാസില് അല്ലെ, വെയിറ്റിംഗ് ഏരിയാസില്, ഏതൊരു ഏരിയാസില് അല്ലെ, ഹോസ്പിറ്റലിലെ റിസപ്ഷൻ ഏരിയ മുതൽ എല്ലാ ഏരിയാസിലും എന്ത് ചെയ്യുക? സാനിറ്റേഷൻ പ്രവർത്തനങ്ങൾ നടത്തുക. ഇത് പേഷ്യൻസിനെ സുരക്ഷിതരാക്കാനും അവരെന്താണ് സുഖപ്പെടുത്താനും സഹായിക്കുന്നു. നിങ്ങൾ പഠിച്ചു അല്ലെ, ലോണ്ടറി ആൻഡ് ലിനൻ പഠിച്ചു അല്ലെ, ഹൗസ് കീപ്പിംഗ് പഠിച്ചു അല്ലെ, അതിലൊക്കെ പറയുന്നുണ്ട് അല്ലെ സാനിറ്റേഷൻ പ്രവർത്തനങ്ങള് അല്ലേ. ഓക്കെ.
ബാക്കിയുള്ളത് ensure cleanliness. Next, upgrade outdated system. എന്ത് ചെയ്യുക? കാലഹരണപ്പെട്ട സിസ്റ്റങ്ങൾ നവീകരിക്കുക അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു പണ്ടത്തെ ഹോസ്പിറ്റലിൽ എങ്ങനെയായിരുന്നു? ക്ലിനിക്കുകളിലൊക്കെ എപ്പോഴും ഉണ്ട് ഹൗസ് കീപ്പിംഗ് സർവീസസ് അല്ലെ. ഓക്കെ, അതൊക്കെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് എന്താ? പണ്ട് ഈ നോട്ട് ബുക്സിലൊക്കെ എഴുതിയത് കണ്ടിട്ടുണ്ടോ? വരുന്നതിനനുസരിച്ച് ക്ലിനിക്കുകളില് ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളില് പേഷ്യന്റ് വരുന്നതിനനുസരിച്ച് രജിസ്റ്ററിൽ എഴുതി വെക്കും. ഓരോ പേഷ്യന്റ് വരുന്നതിനനുസരിച്ച് നമ്പേഴ്സ് അല്ലെ. അതൊക്കെ എന്താണ്? കാലഹരണപ്പെട്ടതല്ലേ? പഴയ സിസ്റ്റമാണ്. ഇപ്പോഴുണ്ടോ? ഓക്കെ, പഴയ സിസ്റ്റമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റംസ് ഒക്കെ മാറ്റി അപ്ഗ്രഡേഷൻ അല്ലെ, നവീകരണങ്ങളെ കൊണ്ടുവരിക. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കിയേ. When it comes to improving the ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ. ഓക്കെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പഠിച്ചപ്പോ പഠിച്ചു അല്ലെ. കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. പേഷ്യൻസിന് അവരുടെ അപ്പോയിന്റ്മെന്റ്സ് അവർക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാം അല്ലെ. അവർക്ക് വേണ്ട സമയത്ത് അവർക്ക് തന്നെ ഷെഡ്യൂൾ ചെയ്യാലോ. അപ്പൊ നോക്കിയേ, when it comes improve the patient experience, upgrading outdated internal system is important. എന്താണ്? ഹെൽത്ത് കെയർ എന്താണ്? നമുക്ക് ഹോസ്പിറ്റലില് കാലഹരണപ്പെട്ട സിസ്റ്റങ്ങൾ മാറ്റി നവീകരണങ്ങൾ കൊണ്ടുവരുന്നത് എന്താണ്? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു അല്ലെ, ഇംപ്രൂവ് ചെയ്യാനായി സാധിക്കുന്നു. ഈവൻ സ്മോൾ അപ്ഡേറ്റ് ടു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോംസ്, വെയിറ്റിംഗ് റൂം സൈനേജ് ആൻഡ് സിസ്റ്റംസ് ആൻഡ് nurse call buttons can have a significant influence on patient satisfaction. ചെറിയൊരു അപ്ഡേഷൻ മുതല അല്ലെ, അപ്ഗ്രേഡ് മുതല എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്ഡേറ്റുകൾ മുതൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ് അല്ലെ, അത് പേഷ്യൻസിന് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആക്കുന്നുണ്ടോ? അവരൊരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതായി വരുന്നുണ്ടോ? ഹോസ്പിറ്റലില് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? ഇല്ല അല്ലെ. അവർ ആ കറക്റ്റ് ടൈമിൽ വന്ന് ഡോക്ടറെ കണ്ടിട്ട് പോകാം അല്ലെ. ഇനിയിപ്പോ കാണുന്നുണ്ട് ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം, അതൊക്കെ അപ്ഡേഷൻ വന്നിട്ടുണ്ടല്ലേ അല്ലെ. ടോക്കൺ ഡിസ്പ്ലേ സിസ്റ്റം ഒക്കെ. അപ്പൊ പിന്നെ എന്താണ്? വെയിറ്റിംഗ് റൂം സൈനേജ് അല്ലെ. വെയിറ്റിംഗ് റൂമുകളിലെ സൈനേജ് ബോർഡുകള്, പിന്നെ പുതിയ സിസ്റ്റംസ് കൊണ്ടുവരിക. പിന്നെ എന്താണ്? നഴ്സുമാരെ വിളിക്കാനായിട്ട് കോൾ ബട്ടൺസ്. ഇതൊക്കെ എന്താണ്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ സഹായിക്കുന്ന ചെറിയ ചെറിയ ഘടകങ്ങളല്ലേ. സ്മോൾ അപ്ഡേഷൻസ് ആണ് അല്ലെ ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ അപ്ഡേഷൻസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഒന്ന് മിസ് എടുത്ത ഭാഗം ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ്